ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ ഇപ്പോൾ അങ്ങോട്ട് ടൈമിങ് കറക്റ്റ് ആവണില്ല. സത്യം പറഞ്ഞാൽ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എങ്കിലും എനിക്ക് ഓഫൊക്കെ ഉള്ള സമയത്താണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം എങ്ങനെയാണ് കിൻഡർ ഗെൽഡിന് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിറ്റി രജിസ്ട്രേഷനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പലർക്കും കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ആദ്യത്തെ അൺമെൽഡിങ് അല്ലെങ്കിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഔസ്ലാൻഡർ ബിഹോഡയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് മാറുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ഉമ്മൽഡൻ എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ റാത്തോസിലാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അവരൊക്കെ അവിടെ വന്നപ്പോൾ അവർ റാത്തോസിൽ തന്നെയാണ് ഫസ്റ്റ് ജർമ്മനിയിൽ എത്തിയതിനു ശേഷം അവരുടെ ഫാമിലിയുടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടു. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിഫിൽഡിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താ പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് ഫാമിലി വരുമ്പോഴോ നമ്മൾ വരുമ്പോഴോ നമ്മുടെ ഫസ്റ്റ് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഔസ്ലാൻഡർ ബിഹോഡയിലാണ് കേട്ടോ. അപ്പം പലയിടത്തും സ്ഥലത്തിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതും തെറ്റല്ല, ഞാൻ പറഞ്ഞതും തെറ്റല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചും കൂടി ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാതിരിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ മാക്സിമം ഇൻഷുറൻസിൻ്റെ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഫാമിലിക്ക് എങ്ങനെയാണ് ഇൻഷുറൻസ് അൺവെൽഡൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ കിൻഡർ ഗെൽഡിനെ കുറിച്ച് പറയാം. അപ്പോൾ പലർക്കും അറിയില്ല, ഇപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന പലർക്കും അറിയില്ല എന്താണ് ഈ കിൻഡർ ഗെൽഡ് എന്നുള്ളത്. അതൊരു ജർമ്മൻ വാക്കാണ്. അത് അർത്ഥമാക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചൈൽഡ് ബെനിഫിറ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി ഫാമിലിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോയർ ക്ലാസ് അല്ലെങ്കിൽ ടാക്സ് ക്ലാസ് മാറുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചൈൽഡ് ബെനിഫിറ്റ് എമൗണ്ട് ആണ് ഈ കിൻഡർ ഗെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് എല്ലാ മാസവും കിട്ടും. അപ്പോൾ അത് ഒരു കുട്ടിക്ക് 250 യൂറോ വെച്ചിട്ടാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ഈ സാധനം ഞാൻ മെൽഡൻ ചെയ്തതേ ഉള്ളൂ, രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ മാസം കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ നെറ്റിലും മറ്റു കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ 250 യൂറോ വെച്ചിട്ട് ഒരു കുട്ടിക്ക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വയസ്സ് വരെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവേ നമുക്ക് കുട്ടികൾക്ക് 18 വയസ്സ് വരെ നമുക്ക് ഈ ഒരു കിൻഡർ ഗെൽഡ് കിട്ടും. അത് നമ്മുടെ ആവശ്യത്തിനല്ല കേട്ടോ, അവരുടെ കാര്യങ്ങൾക്കും അവരുടെ സ്കൂളിലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അത് 18 വയസ്സ് വരെ കിട്ടും. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ കുട്ടി അൺഎംപ്ലോയിഡ് ആണെങ്കിൽ 18 വയസ്സിന് ശേഷവും അൺഎംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 21 വയസ്സ് വരെ കിട്ടുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കിൻഡർ ഗെൽഡിന് അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ നമുക്കൊരു സ്റ്റോയർ ID നമ്പർ എന്ന് പറയും. അതായത് ടാക്സേഷൻ നമ്പർ എന്നാണ് അത് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനിവിടെ വന്നതിൻ്റെ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റോയർ ID നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ടാക്സിൻ്റെ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ സെപ്പറേറ്റ് ഒരു സ്റ്റോയർ ID നമ്പർ ഇവിടെ വരും. അപ്പോൾ ആ ഒരു സ്റ്റോയർ ID നമ്പർ നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു കിൻഡർ ഗെൽഡിന് അപ്ലൈ ചെയ്യുന്നതിന്. അപ്പോൾ കിഡ്സിൻ്റെ ഈ ഒരു സ്റ്റോയർ ID നമ്പറിൻ്റെ അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഗൻഡൂർ ഫോർ അർബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസ് ഉണ്ട്. അവിടെ നമ്മുടെ ഫാമിലിയൻ കാസി എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സണൽ അപ്റ്റൈലും അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പോയിട്ട് ഇത് ചെയ്തത്. അപ്പോൾ എല്ലായിടത്തും ഇവിടെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അടുത്തായിരുന്നു കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവർ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ എനിക്കൊരു 3 ഫോം തന്നു. ഫോമിന് ഇവിടെ അൻട്രാഗെ എന്നാണ് പറയുന്നത്, ആപ്ലിക്കേഷൻ നമ്മൾ വെക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന്. അപ്പോൾ ഒരു അൻട്രാഗെ അല്ലെങ്കിൽ ഒരു ഫോം നമ്മുടെ പേരൻസിന് വേണ്ടിയും കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ്, ഓരോ കിഡ്സിനും സെയിം ഫോം തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് നമ്മൾ വെക്കണം. അങ്ങനെ 3 ഫോം. അപ്പോൾ ഈ കിഡ്സിൻ്റെ ഇതിനകത്താണെങ്കിൽ അവരുടെ പേര്, അതുപോലെ അവരുടെ ഫുൾ നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. അതുപോലെ അവരുടെ സ്റ്റോയർ ID നമ്പർ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വെക്കുന്നത്. ഏത് നാഷണാലിറ്റി ആണ്, കുട്ടി ആണാണോ പെണ്ണാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ പേരൻസിൻ്റെ ഇതിനകത്ത് നമ്മൾ ആരാണ് ആപ്ലിക്കൻ്റ്,
ആപ്ലിക്കൻറ്റിൻ്റെ സ്റ്റോർ ID നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ്, ഫുൾ അഡ്രസ്സ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഒരു ബാങ്ക് ID നമ്പർ, അതായത് നമ്മുടെ ബാങ്കിൻ്റെ കാർഡ് ഉണ്ടല്ലോ, കാർഡിൻ്റെ നമ്പർ, അത് നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ എനിക്ക് അതിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയ സമയത്ത് അറിയാലോ, വന്നപ്പോൾ ഭയങ്കര കുറേ ടെർമിനായിരുന്നു. ടെർമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റുകൾ ഡെയിലി എനിക്ക് അപ്പോയിൻമെൻറ്റ്, അതിൻ്റെ കൂടെ ഡ്യൂട്ടി, എല്ലാം കൂടെ ഫാമിലിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ എനിക്ക് പനിയായിട്ടിരിക്കുകയും കൂടെ ആയിരുന്നു. ആ സമയത്താണ് ക്രാങ്ക് വെൽഡൻ ചെയ്തതിന് ശേഷം ക്രാങ്ക് എടുത്ത് വീട്ടിലിരിക്കാൻ കൂടെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടെർമിന് പോകാതെ പറ്റത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ടെർമിന് പോകുന്നത്. അപ്പോൾ പോയ സമയത്ത് ഞാൻ ചെന്നിട്ട് എൻ്റെ ബാങ്കിൻ്റെ ID നമ്പർ തെറ്റിച്ചു വെച്ചു. അപ്പോൾ തെറ്റിച്ച് വെച്ചത് കാരണം എനിക്ക് ലാസ്റ്റ് മന്തിൽ ഈ ഒരു എന്താ പറയുന്നത്, ഡിസംബർ ലാസ്റ്റ് എനിക്ക് ഈ ഒരു കിൻഡർഗാർട്ടനിൽ വരേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് അതിന് പകരം ഒരു ലെറ്ററാണ് വന്നത്. നിങ്ങളുടെ ഈ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്തേക്കുന്ന ID നമ്പർ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്റർ വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ത്രൂ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ ഒരു എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത്ര ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ജനുവരി 6 മുന്നേ എങ്ങാണ്ട് ഞാനത് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക്, ഞങ്ങൾ വന്ന ഒക്ടോബറാണ്, ഒക്ടോബർ തൊട്ടിട്ടുള്ള ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ആ ലെറ്ററുമായിട്ട് വീണ്ടും പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിനകത്ത് എൻ്റെ ബാങ്ക് ID നമ്പർ കറക്റ്റായിട്ട് നോക്കി ഫില്ല് ചെയ്ത് അവർ എന്നിട്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം ഞാനത് അവിടെ വെച്ചിട്ട് പോരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ വീണ്ടും ഓടേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 3 ഫോം ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊണ്ടുപോകണം. ഒന്നാമത്തെ തന്നെ നമ്മുടെ കിഡ്സിൻ്റെ 2 പേരുടെയും പാസ്പോർട്ടിനകത്ത് അവരുടെ വിസ ഓൾറെഡി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതുണ്ട്. പിന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് ട്രാൻസ്ലേറ്റഡ് വേണമെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ലേറ്റഡ് ഒന്നും കൊണ്ടുപോയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവരുടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുപോയി. പിന്നെ ആപ്ലിക്കൻ്റ് ഞാനായിരുന്നു പോയത്. അപ്പോൾ എൻ്റെ ഔഫൻതാൾസെറ്റിൽ അല്ലെങ്കിൽ റെസിഡൻറ്റ് കാർഡ്, അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ഔഫൻതാൾസെറ്റിൻ്റെ കൂടെ ഒരു സൂസൈഡ് ബ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അതായത് നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ ഒരു പേപ്പർ, ആ പേപ്പറും നമ്മുടെ അതിൻ്റെ കൂടെ വെക്കണം. പിന്നെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുപോയിരുന്നു. കാരണം എന്തെങ്കിലും കാര്യത്തിൽ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ അതിന് വേണ്ടി അവിടെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അവരെ അത് കാണിച്ചു. കാരണം ഇത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ കാണിച്ചതിന് ശേഷം അവർ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചതെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർ നേരിട്ട് അവിടെ വാങ്ങി വെക്കുമല്ല, അവിടെ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്ത് അത് ഇട്ടിട്ട് പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ എന്നിട്ട് പിറ്റേ മാസമാണ് എനിക്ക് ഈ ഒരു എൻ്റെ ബാങ്കിൻ്റെ ID നമ്പർ കൊടുത്തേക്കുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നത്. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഞാനതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ആ ഒരു കിൻഡർഗാർട്ടൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് പലർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ വന്നിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാനും ഇത് പലരോടും അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.